തിരുവനന്തപുരം കുറ്റിച്ചലിൽ മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചു. വഞ്ചിക്കുഴി സ്വദേശി രവീന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ്, സങ്കടകരമായ സംഭവമാണ്. എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത്? മകനെതിരെ നടപടി എന്താണ്? ഗോകുൽ, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം. നെയ്യാർ കുറ്റിച്ചലിലാണ് ഈ വൃദ്ധനെ പിതാവിനെ മകൻ ചവിട്ടി കൊലപ്പെടുത്തിയത്. അതായത് ഈ മകൻ നിഷാദ് ഒരു ആയുർവേദ ആശുപത്രി, സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരനാണ്, അവിടുത്തെ ഡ്രൈവറാണ്. എല്ലാ നിത്യവും വീട്ടിൽ മദ്യപിച്ചെത്തി വീട്ടിലുള്ളവരെ മർദ്ദിക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇന്നലെ പതിവ് പോലെ തന്നെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കി. അതിനിടയിൽ ഇടനിലക്കാരനായി മധ്യസ്ഥനായ അച്ഛൻ രവീന്ദ്രൻ എത്തി. ആ സമയത്താണ് അച്ഛനെ മർദ്ദിക്കുന്നതും ഒപ്പം തന്നെ നിലത്ത് ഇട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടി. അങ്ങനെ പിന്നീട് ഇയാൾ ഈ നിഷാദ് ആത്മഹത്യാ ഭീഷണി മുഴക്കി. അങ്ങനെ വീട്ടുകാരും ബന്ധുക്കളും വിവരം അറിയിച്ചതിനെ തുടർന്ന് നെയ്യാർ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇയാളെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തത്. രവീന്ദ്രനെ ഉടൻ തന്നെ നെയ്യാറിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഈ 1.5 മണിക്കൂറിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. നിലവിൽ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയത് കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് തന്നെയാണ് മകനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നിത്യവും വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്ന മകൻ അച്ഛനെ ചവിട്ടിക്കൊന്നു എന്നതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അങ്ങനെ പോലീസ് ഇയാൾക്കെതിരെ കൊലപാതകത്തിന് കേസെടുത്തു. നിലവിൽ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതി നിഷാദിനെ റിമാൻഡ് ചെയ്യും. ശരി, ജീവൻ നൽകിയ പിതാവിന്റെ ജീവൻ എടുക്കുകയാണ് മകൻ. തിരുവനന്തപുരം കുറ്റിച്ചലിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.